നിന്നും എടക്കര മാവോയിസ്റ്റ് കേസിൽ 5-ാം പ്രതി ടി.കെ. രാജീവിന് ജാമ്യം. വിചാരണ വൈകുന്നു എന്ന വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. 4 വർഷവും 8 മാസവുമായി ജയിലിലാണ് രാജീവൻ. അഹമ്മദ് മുസ്തഫയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുസ്തഫ, വിശദാംശം. അജി, വളരെ നേരത്തെയുള്ള ഒരു കേസ്, അതിൽ ഏകദേശം 4 വർഷത്തോളമായി ഇപ്പോഴും തടവിൽ കഴിയുകയാണ് ഈ രാജീവ്. സ്വാഭാവികമായും വിചാരണ വൈകുന്നു എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷേ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 1 വർഷത്തിനകം തന്നെ വിചാരണ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രോസിക്യൂഷനും ഒരു മറുപടി വാദം എന്നുള്ള നിലയ്ക്ക് ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടുള്ള ഒരു വാദം മുന്നോട്ട്. പക്ഷേ 4 വർഷവും 8 മാസമായി തടവിൽ കഴിയുകയാണെന്ന വിചാരണ അനന്തമായി നീണ്ടുപോവുകയാണ്. അടുത്തൊന്നും വിചാരണ കഴിയാൻ സാധ്യതയില്ല എന്നുള്ളൊരു വാദം കോടതി അംഗീകരിച്ചു. മാത്രമല്ല 274 സാക്ഷികളും നിരവധി രേഖകളുമുണ്ട്. ഒരുപാട് കാലത്തെ തടവ് അത് സ്വാഭാവികമായും ഭരണഘടന ഒരു പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണ്. കേസിലെ 1-ാം പ്രതിയായ നേരത്തെ ഈ മലപ്പുറം നിലമ്പൂരിലെ കാട്ടിനുള്ളിൽ ഇങ്ങനെ മാവോയിസ്റ്റ് പരിശീലനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ അകളിൽ വെച്ച് പിടിയിലായ കാളിദാസനാണ് പോലീസിനോട് പറഞ്ഞത്. അങ്ങനെയാണ് ഇവരെ പിടികൂടുന്നത്. സ്വാഭാവികമായും ആ കാളിദാസിന് വരെ നേരത്തെ ഹൈക്കോടതി തന്നെ ജാമ്യം അനുവദിച്ചു. തന്റെ കാര്യത്തിൽ പക്ഷെ അത്തരം നീതിപരമായ ഏതെങ്കിലും ഒരു സാഹചര്യം കണക്കിലെടുക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി വാദങ്ങൾ രാജീവൻ മുന്നോട്ട് വെച്ചു. അതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കർശന ഉപാധികളോടുകൂടി മലപ്പുറം നിലമ്പൂർ മാവോയിസ്റ്റ് കേസിൽ ടി.കെ. രാജീവിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.